ഞങ്ങൾ ചെയ്യുന്ന ശബ്ദം ഈ കോളേജിലെ ആരെങ്കിലുമായോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനമായോ ബന്ധം തോന്നിയാൽ അത് തികച്ചും യാദൃച്ഛികം മാത്രം. അല്ല, ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന ശബ്ദം ഒരു ജീവിന്റെയാണ്. അവന്റെ ഒറിജിനൽ സൗണ്ട്. അടുത്തത് ഒരു ആട്. ആടിനെ ഓടിക്കാം. അടുത്തതായി നമ്മുടെ കോളേജിലെ കാവൽക്കാരനായ നായ്. ആ കാവൽക്കാരായ നായി എങ്ങനെ വലിയ ശബ്ദത്തിൽ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. അടുത്തതായി കുയില്. അടുത്തതായി ഒരു കണ്ടമുച്ച കരഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇത് പാല് കിട്ടാതെ വെച്ച. അടുത്തതായി രാഷ്ട്രീയക്കാരിലേക്ക് തിരികെയാണ്. ആദ്യമായി വെള്ളാപ്പള്ളി നടേശൻ. അടുത്തതായി നമ്മള് സിനിമയൊക്കെ കാണാൻ പോകുമ്പം ഫസ്റ്റ് അതിന്റെ ഇൻട്രോ. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. ഇവർക്കിതെന്ത് പറ്റി? ശ്വാസകോശകം സ്പോഞ്ച് പോലെയാണ്. വായു വലിച്ചെടുക്കുവാൻ ലെൻസ് ഉപയോഗിക്കുന്നു. ആരാവൊന്നും പ്രതികരിക്കാത്തത്? അടുത്തതായി സിനിമാ നടൻ ശശികലികൻ. ഈ ഷോട്ടോ നിന്നോട് ഞാൻ പറ്റുകൊണ്ടിരിക്കും പാർട്ടിയിലെടുക്കാനെന്ന് പറഞ്ഞത്. അടുത്തതായി നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഞങ്ങൾ ഭരിച്ച സമയത്ത് എന്ത് വികസനമുണ്ടായി എന്നതല്ല എന്നതുള്ള പ്രസക്തി, ഞങ്ങൾ ഭരിച്ചു എന്നതാണ്. അടുത്തതായി വിനയ് പോൾ. വളരെ സിമ്പിൾ ആണ്, പവർഫുൾ ആണ്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്ന പറയണം കേട്ടോ. പ്രസാദ് നീ ചോദിക്കണം, നമുക്ക് മനസ്സിലാവില്ല. നമ്മൾക്ക് ഈ ബുക്കിൽ കാണാം ഒരു പൂച്ച, പുറത്തു ഭക്ഷണം തിന്നുന്ന പട്ടി. വലുത് മനസ്സിലായോ? എനിക്ക് മനസ്സിലായില്ല. നമുക്ക് അടുത്ത പടത്തിലേക്ക് പോകാം. അടുത്തതായി ജനാർദ്ദൻ. അടുത്തതായി ചെമ്പൻ വിനോദും DQ തമ്മിലുള്ള ഒരു കോമ്പോ. എന്റെ സാറേ, ഞാൻ 10-16 കൊല്ലം ഈ കടലിലേക്ക് പോണ ഒരു മത്സ്യകനിക ഒന്നിനെ ഞാൻ കണ്ടിട്ടില്ല. അതൊക്കെ ഒരു തോന്നലുണ്ട് സാറേ. എല്ലാം ഓരോരോ തോന്നല്ല പത്രോസം ഞാൻ മാരൊക്കെ തോന്നലാണെങ്കിലോ. അടുത്തതായി നിവിൻ പോളി. ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയിലെ നിവിൻ പോളിയുടെ നേർക്കും. എടാ പലനാറി, നീ ആരോടാണ് എവിടെ നിന്നാണ് സംസാരിക്കുന്ന ബോധം നിനക്ക് വേണം. ട്രാൻസ്ഫർ നീ കുറെ ഉണ്ടാക്കും. അടുത്തായി ദുൽഖർ സൽമാന്റെ കമ്മട്ടിപ്പാടം എന്നുള്ള സിനിമയിൽ ഒരു ശരി ഡയലോഗ്. അതേടാ, ഞങ്ങള് തെരുവോട്ടികളാണ്. തെരുവോട്ടിയിൽ കുടമകളില്ല, പക്ഷെ തമ്മി കോരുണ്ട. ചത്താണ് ഞങ്ങൾ ഒറ്റക്കെട്ട. പിന്നെ നിന്റെ എറണാകുളം സിറ്റി, അതിന് വലിയ ഉറപ്പൊന്നുമില്ലടാ. ഈ തെരുവ് നിൽക്കുന്നില്ലേ കമ്മട്ടിപ്പാടത്തിലാ, ഗംഗേന്റെ കമ്മട്ടിപ്പാടത്തിൽ. അടുത്തതായി ചാന്ത് പൊട്ട് എന്ന സിനിമയിലെ ഒരു ഗാനം. അടുത്തതായി മാമുക്കോയ. ഓ ബാലകൃഷ്ണ, കള ബാലകൃഷ്ണ, കള ഹാമുക്ക. അടുത്തതായി നമ്മുടെ കമന്ററിയിലെ താരമായ ഷൈജു താമസ്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഗോളിന് ഷൈജു താമസിന്റെ കമന്റ്. ഓ, നിങ്ങൾ ഇത് കാണുക. Why this man all the time? Why this man Cristiano Ronaldo? അടുത്തായി സുരേഷ് ഗോപി. ഓർമ്മയുണ്ടോ ഈ മുഖം? മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടം. ഒരു ചോദ്യം നമുക്ക് പറഞ്ഞേക്കാം. ആരാണ് സന്തോഷം ആഗ്രഹിക്കുന്നത്? മണിക്കൂട്ടിക്ക് ഓടാൻ സമയമില്ല, പോയി ദാ വന്നു.
അടുത്തതായി ഒരു ബീജമാണ്. അടുത്തതായി ഡ്യൂഡിന്റെ ഒരു ബീജമാണ്. സ്റ്റോറേജ് ഫുള്ളായി.